2013 ഫെബ്രുവരി 15 റഷ്യയിലെ ചെല്യാബിൻസ്കിന് സംഭവിച്ചത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം 20 മീറ്റർ വീതിയുള്ളതും 12,000 ടൺ ഭാരവുമുള്ള ഒരു ഉൽക്ക മണിക്കൂറിൽ 60,000 കിലോമീറ്ററിന്റെ അത്യുഗ്രൻ വേഗതയിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിച്ചു. അതിന്റെ വേഗത്തെയും ചൂടിനെയും മൂലമായുണ്ടായ അമിതമർദ്ദം കാരണം ഉൽക്ക ഭീകരമായ ശബ്ദത്തോടെ പൊട്ടിത്തെറിക്കാൻ കാരണമായി. ഇത് ഭൂമിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മുകളിലാണ് സംഭവിച്ചത്. സ്ഫോടനത്തിൽ നിന്ന് ഏകദേശം 500 കിലോ ടൺ ടിഎൻഡിക്ക് തുല്യമായ ഊർജ്ജം പുറത്തുവന്നു. ഹിരോഷിമയിൽ പതിച്ച അണുബോംബിന്റെ ശക്തിയുടെ ഏകദേശം 30 മടങ്ങ്. സ്ഫോടനത്തിൽ നിന്നുള്ള ആഘാതരംഗം ജനാലകൾ തകർന്നു. കെട്ടിടങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. 1500-ലധികം ആളുകൾക്ക് പരിക്കേറ്റു. എങ്കിലും ഏറ്റവും വലിയ ചോദ്യം, ഈ ഉൽക്ക കൂടുതൽ വലുതായിരുന്നെങ്കിലോ? നമുക്ക് അത് തടയാൻ കഴിയും. 30 കിലോമീറ്റർ മുകളിൽ വെച്ച് ഉൽക്ക പൊട്ടിത്തെറിച്ചില്ലായിരുന്നെങ്കിൽ റഷ്യയുടെ സ്ഥിതി എന്തായിരിക്കും? ഈ സംഭവങ്ങൾ നമ്മൾ സ്പേസ് വസ്തുക്കൾക്ക് എത്രത്തോളം പരാധീനമാണെന്ന് ഓർമ്മിപ്പിക്കുന്നു. അവയെ നിരീക്ഷിക്കുന്നത് അത്രയും പ്രധാനം ആകും. ചെല്യാബിൻസ് മനുഷ്യർക്കുള്ള ഒരു മുന്നറിയിപ്പാണ്. ചെറിയതൊന്നെങ്കിലും സ്പേസ് റോക്കുകൾ വലിയ ആഘാതം ഉണ്ടാക്കുമെന്ന്. ഈ അസാധാരണമായ സംഭവം മനുഷ്യനെ ബഹിരാകാശത്തിന്റെ ശക്തിയും ഭീഷണിയും ഓർമ്മിപ്പിച്ചു. അതുപോലെ ആസ്ട്രോയിഡ് ഗവേഷണത്തിനും ഗ്രഹസംരക്ഷണത്തിനും മേലുള്ള പരിശ്രമങ്ങൾക്കും പുതുജീവനെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. അടുത്ത ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കും ആയി പിന്നീട് കാണാം.